أيها الطلاب الأعزاء السلام عليكم ورحمة الله مرحبا بكم جميعا إلى حصة جديدة. പ്രിയമുള്ള കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് മൂന്നാമത്തെ യൂണിറ്റിലെ ഹലാവത്തു സ്വദാഖ എന്ന ഒരു പാഠവും അതിൻ്റെ ഏതാനും ചില തദ്രീബാത്തുകളുമായിരുന്നു. ഇന്ന് നമുക്കതിലെ ബാക്കി പഠന പ്രവർത്തനങ്ങൾ വായിക്കാം. ശ്രദ്ധിക്കൂ. നഖറഉൽ മുഫക്കിറത വനുലാഹിദുൽ അൽഫാദൽ മക്തൂബത ബിൽ ലൗനിൽ അഹ്മരി വനക്തശിഫു മിനൻ നസ്വി അൽ ജുമലല്ലത്തി ഫീഹ അൽ കലിമാത്തുൽ മുമാസല. അതായത് നഖറഉൽ മുഫക്കിറ നമുക്ക് താഴെ കാണുന്ന ഡയറി വായിക്കാം. മുഫക്കിറ ഡയറി. വനുലാഹിദുൽ അൽഫാദൽ മക്തൂബത ബിൽ ലൗനിൽ അഹ്മർ. ഈ ഡയറിയിൽ ചുവപ്പ് നിറത്തിൽ എഴുതിയ പദങ്ങൾ ശ്രദ്ധിക്കാം. ഡയറിയിൽ ചുവപ്പ് കളറിൽ എഴുതിയ പദങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. വനക്തശിഫു മിനൻ നസ്വി. എന്നിട്ട് പാഠത്തിൽ നിന്ന് കണ്ടെത്തുക, നമ്മൾ പഠിച്ച പാഠത്തിൽ നിന്ന് കണ്ടെത്തുക. അൽ ജുമലല്ലത്തി ഫീഹ അൽ കലിമാത്തുൽ മുമാസില. ഇതുപോലെയുള്ള വാചകങ്ങൾ, താഴെ വായിക്കുന്ന അതുപോലെയുള്ള വാചകങ്ങൾ നാം പഠിച്ച പാഠത്തിൽ നിന്ന് കണ്ടെത്തുക. നോക്കൂ. മുഫക്കിറ ഡയറി. യനായർ ഖാമിസ്, യനായർ ഖംസ, യൗമുൽ ഇസ്നൈൻ 1920 മീലാദിയ. 1920 ജനുവരി 5-ാം തീയതി മൺഡേ, തിങ്കളാഴ്ച എഴുതിയ ഒരു ഡയറിയാണിത്. നോക്കൂ. നിംതു ഹാദിഅൻ. അർത്ഥം ഞാൻ ശാന്തമായി ഉറങ്ങി. നാമ ഉറങ്ങി. നിംതു ഞാൻ ഉറങ്ങി. ഹാദിഅൻ ശാന്തമായിട്ട് അല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് ഞാൻ ഉറങ്ങി. ഒരു കുട്ടി എഴുതിയ ഡയറിയാണിത്. ഇസ്തൈഖലതു മിനൻ നൗമി മുബക്കിറൻ. ഞാൻ ഉറക്കിൽ നിന്ന് നേരത്തെ എഴുന്നേറ്റു. ശരിബുത്തു ഷായ. എന്നിട്ട് ഞാൻ ചായ കുടിച്ചു. സാഹിനൻ ചെറിയ ചൂടോടുകൂടെയുള്ള ചായ ഞാൻ കുടിച്ചു. ദഹബത്തു ഇലൽ മദ്രസത്തി മാഷിയൻ. എന്നിട്ട് സ്കൂളിലേക്ക് ഞാൻ നടക്കുന്നവനായിട്ട് പോയി. ഫിത്തൊരീഖി വഴിയിൽ ലഖീത്തു സ്വദീഖി ഗോവിന്ദൻ ഹസീനൻ. എൻ്റെ കൂട്ടുകാരനായ ഗോവിന്ദനെ ദുഃഖിതനായിട്ട് ഞാൻ എത്തിച്ചു. സഅൽതുഹു അൻ സബബി ഹുസ്നിഹി. ഞാൻ അവനോട് അവൻ്റെ ദുഃഖത്തിൻ്റെ കാരണം ചോദിച്ചു. ഫഅലിംതു. അപ്പോൾ ഞാൻ അറിഞ്ഞു, മനസ്സിലാക്കി. അന്നഹു ഖളാ ലൈലത്തൽ ബാരിഹ. അവൻ കഴിഞ്ഞ രാത്രി, ബാരിഹന കഴിഞ്ഞു പോയ രാത്രി, അവൻ കഴിച്ചു കൂട്ടിയത് ജാഇഅൻ എങ്ങനെയാണ്, വിശക്കുന്നവനായിട്ടാണ്. ഫഅത്അംതുഹു. അപ്പോൾ ഞാൻ അവന് ഭക്ഷിപ്പിച്ചു, അവന് ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്തു. ഫവജത്തുഹു ഷാക്കിറൻ. ഞാൻ അവനെ നന്ദിയുള്ളവനായിട്ട് എത്തിച്ചു. വനിംതു തിൽക്കൽ ലൈലത്തി. ആ രാത്രി ഞാൻ ഉറങ്ങി. ഹാദിയൻ ശാന്തനായിട്ട് ഞാൻ ഉറങ്ങി. വളരെ സ്വസ്ഥനായിട്ട് ശാന്തമായിട്ട് ഞാൻ ആ രാത്രി ഉറങ്ങി. ഇതാണ് ഡയറി. ഈ ഡയറിയിൽ നിങ്ങൾ റെഡിങ്കിൽ ചുവപ്പ് മഷിയിൽ എഴുതിയ പദങ്ങൾ ശ്രദ്ധിച്ചോ? എന്താണ് ആ പദങ്ങളുടെയൊക്കെ പ്രത്യേകത? മുബക്കിറൻ, സാഹിനൻ, മാഷിയൻ, ഹസീനൻ, ജാഇഅൻ, ഷാക്കിറൻ, ഹാദിയൻ. ഇത് നമുക്കൊരു ഗ്രാമർ പഠിക്കാനാണ് ഇവിടെ ഈ ഡയറി കൊടുത്തിരിക്കുന്നത്. എന്താണ് ആ വാക്കുകളുടെയൊക്കെ പ്രത്യേകത? ആ പദത്തിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ആ പദം അവസാനിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? എല്ലാം നെസ്ബ് കൊണ്ടാണ് അവസാനിക്കുന്നത്, അല്ലേ? എല്ലാത്തിൻ്റെയും അവസാനം ഫതഹാണ്. ഫതഹ് എന്ന് പറഞ്ഞാൽ അത് അടയാളമാണ്. ഇറാബ് പറയുമ്പോൾ നെസ്ബ് എന്നാണ് പറയുക. അതിൻ്റെയൊക്കെ അവസാനം എന്താണ്? നെസ്ബാണ്. മുബക്കിറൻ കണ്ടോ, റായിന് നെസ്ബാണ്, ഫതഹാണ്. സാഹിനൻ നൂനിനും എന്താണ്? ഫതഹാണ്. ഹസീനൻ, മാഷിയൻ, ജാഇഅൻ, ഷാക്കിറൻ, ഹാദിയൻ. എല്ലാത്തിൻ്റെയും അവസാനത്തെ അക്ഷരത്തിന് എന്താണ്? നെസ്ബാണ്. ഇനി ഇതിലെ അർത്ഥത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഇവിടെ കണ്ടോ, ഒരു കാര്യത്തിൻ്റെ അവസ്ഥയാണ് ഇവിടെ എന്ത് ചെയ്യണത്? വ്യക്തമാക്കുന്നത്. മുബക്കിറൻ ഞാൻ ഉറക്കിൽ നിന്ന് നേരത്തെ എഴുന്നേറ്റു. അതുപോലെ ചായ ഞാൻ കുടിച്ചു. സാഹിനൻ ചൂടുള്ള അവസ്ഥയിൽ, ചൂടോടുകൂടെ ഞാൻ കുടിച്ചു എന്നാണ്. പിന്നെ സ്കൂളിലേക്ക് ഞാൻ പോയി. എങ്ങനെ? മാഷിയൻ നടക്കുന്നവനായിട്ട്, നടക്കുന്ന അവസ്ഥയിൽ പോയി. ഗോവിന്ദനെ ഞാൻ വഴിയിൽ കണ്ടു, ദുഃഖിതനായ അവസ്ഥയിൽ കണ്ടു.
കഴിഞ്ഞ രാത്രി അവൻ കഴിച്ചുകൂട്ടി എങ്ങനെ ജായൻ വിശക്കുന്ന അവസ്ഥയിൽ, വിശക്കുന്നവനായിട്ട്. ഞാൻ അവനെ എത്തിച്ചു എങ്ങനെ ഷാക്കിറൻ നന്ദി പറയുന്നവനായിട്ട്. ഞാൻ ഉറങ്ങി ഹാദിയൻ ശാന്തമായിട്ട്. ഇവിടേക്ക് എന്താണ്? ഒരു അവസ്ഥയെയാണ് വ്യക്തമാക്കുന്നത്, ഒരു അവസ്ഥയെയാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇസ്മിന് ഹാല് എന്ന് പേര് പറയാം. ഹാല്, അതായത് ഹാല് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, ഹാല് എന്ന് പറഞ്ഞാൽ ഫായിലിൻ്റെയോ അല്ലെങ്കിൽ മഫ്ഊൽ ബിഹിയുടെയോ അവസ്ഥ വ്യക്തമാക്കുന്ന ഇസ്മിനാണ് എന്ത് പറയുക? ഹാല് എന്ന് പറയുക. ഒരു ഫേല് വന്ന ഫായിൽ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഒന്നിരിക്കൽ ഫായിലിൻ്റെ അവസ്ഥ വ്യക്തമാക്കുന്ന ഇസ്മ, അതിന് ഹാല് എന്ന് പറയും. അല്ലെങ്കിൽ മഫ്ഊലിൻ്റെ അവസ്ഥ വ്യക്തമാക്കുന്ന ഇസ്മിനും എന്ത് പറയാം? ഹാല് എന്ന് പറയാം. ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ജാ അത്വിഫിലു, കുട്ടി വന്നു. ജാ ഫിഅല്, അത്വിഫിലു ഫായിലാണ്. ഇനി ആ ഫായിലിൻ്റെ അവസ്ഥയാണ് എന്താണ് വ്യക്തമാക്കുന്നത്? കുട്ടി വന്നു എങ്ങനെ? ബാക്കിയൻ, കരയുന്നവനായിട്ട്. കണ്ടോ? അപ്പോൾ ജാ ഫിഅല് അത്വിഫിലു ഫായില് റഫാണല്ലോ, ആ ഫായിലിൻ്റെ അവസ്ഥയാണ് എന്ത് വ്യക്തമാക്കുന്നത്? ബാക്കിയൻ എന്ന ഇസ്മ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് കുട്ടി വന്നു എങ്ങനെ വന്നു? ബാക്കിയൻ, കരയുന്ന അവസ്ഥയിൽ വന്നു. അപ്പോൾ ഈ ബാക്കിയൻ എന്നുള്ളതിന് എന്ത് പറയാം? ഹാല് എന്ന് പറയാം. ഇപ്പം എന്താണ് അവിടെ എന്തായത്? ഇപ്പോൾ ഫായിലിൻ്റെ അവസ്ഥയാണ് വ്യക്തമാക്കിയത്. ജാ ത്വിഫിലു ബാക്കിയൻ. ഇനി ഷരിബത്തു ഷായ, ഞാൻ ചായ കുടിച്ചു. ഇപ്പം നമ്മൾ വായിച്ചാലുണ്ട്. അപ്പോൾ ഷരിബത്തു എന്ന് പറയുമ്പോൾ ഞാനാണ്, ഫേലും ഫായിലും വന്നു. ഇനി വരുന്ന മഫൂലാണ്. മഫൂൽ ഏതാ? ഷായ, ചായയാണ്. ടി, ചായയാണ് മഫൂല്. ആ മഫൂലിൻ്റെ അവസ്ഥ ഇനി വ്യക്തമാക്കേണ്ടത്. ഞാൻ ചായ കുടിച്ചു എങ്ങനെ? സാഹിനൻ, ചൂടുള്ളതായിട്ട് കുടിച്ചു. അപ്പോൾ അവിടെ വ്യക്തമാക്കിയത് എന്താണ്? മഫൂലിൻ്റെ അവസ്ഥയാണ്. മനസ്സിലായോ? അപ്പോൾ ഒന്നിരിക്കൽ ഫായിലിൻ്റെ അവസ്ഥ, നേരത്തെ പറഞ്ഞ ഉദാഹരണം ജാ ത്വിഫിലു ബാക്കിയൻ എന്ന് പറയുമ്പോൾ അവിടെ ഫായിലിൻ്റെ അവസ്ഥയാണ് വ്യക്തമാക്കുന്നത്. ഷരിബത്തു ഷായ, ഞാൻ ചായ കുടിച്ചു, സാഹിനൻ, ചൂടുള്ളവനായിട്ട് എന്ന് പറയുമ്പോൾ അവിടെ മഫൂലിൻ്റെ അവസ്ഥയാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഫായിലിൻ്റെയോ അല്ലെങ്കിൽ മഫൂൽ ബിഹിയുടെയോ അവസ്ഥ വ്യക്തമാക്കുന്ന ഇസ്മിനാണ് എന്ത് പറയുക? ഹാല് എന്ന് പറയുക. ഈ ഹാലിന് എപ്പോഴും ഇഅ്റാബ് നസ്ബായിരിക്കും. അത് ഓർത്തു വെക്കുക. ഹാലിന് എപ്പോഴും ഇഅ്റാബ് എന്തായിരിക്കും? നസ്ബായിരിക്കും. ഒരിക്കലും റഫായിട്ട് പറയില്ല. ഇസ്തൈഖൽതു മിനൻ നൗമി മുബക്കിറുൻ എന്നും പറയില്ല, മുബക്കിരിൻ എന്നും പറയില്ല. എങ്ങനെ തന്നെ എപ്പോഴും വായിക്കണം? മുബക്കിറൻ. അപ്പോൾ ഹാലിന് എല്ലാ സമയത്തും എന്തായിരിക്കും? നസ്ബായിരിക്കും. മനസ്സിലായോ? അപ്പം നമ്മൾ ഈ വായിച്ച ഈ ഡയറിയിലുള്ള ഈ ചുവപ്പ് കളറിൽ കൊടുത്ത വാക്കുകളൊക്കെ എന്താണ്? ഹാലാണ്. ഹാലിന് എപ്പോഴും ഇഅ്റാബ് നസ്ബായിരിക്കും. ഇത് ഓർത്തു വെക്കുക. ശരി, നമുക്ക് അടുത്ത പ്രവർത്തനം വായിക്കാം. നുറാജിഉ നസ്വ വനക്തശിഫുൽ കലിമാത്തൽ മുമാസിലത ബി അൽഫാദി മക്തൂബത്തിൻ ബിൽ ലൗനിൽ അഹ്മരി ഫിൽ മുഫക്കിറ. ഇപ്പം നമ്മൾ വായിച്ച ഡയറിയിലുള്ള ചുവപ്പ് കളറിൽ എഴുതിയ പദങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചല്ലോ. ഇതുപോലെയുള്ള പദങ്ങൾ പാഠത്തിൽ നിന്ന് കണ്ടെത്തുക. നുറാജിഉ നസ്വ എന്നാൽ പാഠം എടുത്ത് അവലോകനം ചെയ്ത് വായിക്കുക, എന്നിട്ട് അതിൽ നിന്ന് ഇതുപോലെയുള്ള വാക്കുകൾ കണ്ടെത്തുക. നമ്മൾ പഠിച്ച ഹലാവത്തു സുദാക്ക എന്ന പാഠത്തിൽ ഇതുപോലെ വരുന്ന ഹാലുകളുണ്ട്. ആ പാഠം നിങ്ങളൊന്ന് മറിച്ച് വായിച്ച് നിങ്ങൾ കണ്ടെത്തണം. ഒന്ന് രണ്ടെണ്ണം ഉദാഹരണം ഞാൻ പറയാം. ഒന്നാമത്തെ പാരഗ്രാഫ് എടുത്തു നോക്കൂ. ഹുന തഹത്ത ഹാദി ഷജറ എന്നുള്ള പാരഗ്രാഫിൽ രണ്ടാമത്തെ വരിയിൽ കാണും തനാവലൽ വജ്ബത, അവൻ ഭക്ഷണം കഴിച്ചു. എങ്ങനെ കഴിച്ചു? മസ്റൂറൻ, സന്തുഷ്ടനായിട്ട്, സന്തോഷത്തോടെ. തനാവല, കഴിച്ചു. ആര് കഴിച്ചു? അവിടെ ഫായില് പിന്നെ അലവിയാണ്. വജബത്ത മഫൂലാണ്. ആ മഫൂലിൻ്റെ അവസ്ഥയെ വ്യക്തമാക്കിയത്. എങ്ങനെ കഴിച്ചു? മസ്റൂറൻ, സന്തുഷ്ടനായിട്ട്, സന്തോഷത്തോടെ എന്താണ് കഴിച്ചു. ഇനി അടുത്ത വരിയിലുണ്ടാവും യഖ്റുജു മുതസല്ലിലൻ, അവൻ പുറപ്പെടുന്നു എങ്ങനെ? മുതസല്ലിലൻ, തന്ത്രപരമായി രക്ഷപ്പെടുന്നവനായിട്ട്. അപ്പോൾ അവിടെ അലവിയുടെ അവസ്ഥയെ വ്യക്തമാക്കിയത്. യഖ്റുജു ഫഇല്, അതിൻ്റെ ഫായില് അലവി. ആ അലവി ആവുന്ന ഫായിലിൻ്റെ അവസ്ഥയെ വ്യക്തമാക്കിയത് എങ്ങനെ? മുത്തസല്ലിലൻ, തന്ത്രപരമായി രക്ഷപ്പെടുന്നവനായിട്ട്. അപ്പോൾ ആ പാരഗ്രാഫിൽ മസ്റൂറൻ എന്ന ഇസ്മും മുത്തസല്ലിലൻ എന്ന ഇസ്മും എന്താണ്? ഹാലാണ്. ഒന്ന് മഫൂലിൻ്റെ അവസ്ഥ വ്യക്തമാക്കി, രണ്ടാമത്തെ ഫായിലിൻ്റെ അവസ്ഥ വ്യക്തമാക്കി. ഇതുപോലെ ഈ പാഠത്തിൽ ഇനിയും എന്തുണ്ട്? ഹാലുകളുണ്ട്, ഹാലായിട്ട് വരുന്ന ഇസ്മുകളുണ്ട്. അത് കണ്ടെത്തി നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതുക. ശരി, നമുക്ക് അടുത്ത പ്രവർത്തനം വായിക്കാം. നഖറഉ വനുകമ്മിലുൽ ഫറാഗ ബിസ്വീഖത്തിൻ മുനാസിബത്തിൻ.
താഴെയുള്ള പാരഗ്രാഫ് വായിക്കുക. എന്നിട്ട് അവിടെ വിട്ട സ്ഥലത്ത് ശരിയായ രൂപം വെച്ച് പൂരിപ്പിക്കുക. എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ പൂരിപ്പിക്കേണ്ടത് ഹാല് വെച്ചുകൊണ്ടാണ്. അവിടേക്ക് അനുയോജ്യമായ ഒരു ഹാല് നമ്മൾ കണ്ടെത്തിയിട്ട് അവിടെ ആ ഡാഷിലൊക്കെ ഫില്ല് ചെയ്യണം. വായിക്കാം. ഖറജ മാജിദുൻ ഇലൽ മദ്രസത്തി. മാജിദ് സ്കൂളിലേക്ക് പുറപ്പെട്ടു. ഇനി എങ്ങനെ പുറപ്പെട്ടു? മാജിദ് പുറപ്പെട്ട അവസ്ഥ നമ്മൾ അവിടെ എഴുതണം. അതിൻ്റെ ഹാല് പറയണം. അവൻ മാജിദ് സ്കൂളിലേക്ക് പുറപ്പെട്ടു മുബക്കിറൻ എന്ന് നമുക്കവിടെ എഴുതാം. മുകളിൽ പറഞ്ഞ പോലെ തന്നെ നേരത്തെ മുബക്കിറൻ അല്ലേ, ഉറക്കിൽ നിന്ന് നേരത്തെ ഒരു ഡയറിയിൽ എഴുതിയല്ലോ, അതേപോലെ അവിടെ മുബക്കിർ എഴുതാം. അപ്പോൾ ഖറജ മാജിദുൻ ഇലൽ മദ്രസത്തി മുബക്കിറൻ. ഇനി ഒമിനത്തൊരീക്ക് വഴിയിൽ നിന്ന് ശരിബൽ മാ, അവൻ വെള്ളം കുടിച്ചു. എന്ത് വെള്ളം? അവിടെ നമുക്ക് യോജിച്ച ഒരു ഹാൽ അവിടെ ചേർക്കണം. എന്താ അവിടെ ചേർക്കാൻ പറ്റുക? അൽ ബാരിദ എന്ന് ചേർത്ത് കൊടുക്കാം. എന്ന് പറഞ്ഞാൽ തണുത്ത വെള്ളം, നല്ല തണുപ്പുള്ള വെള്ളം കുടിച്ചു. പിന്നെ വമിനത്തൊരീഖി വഴിയിൽ നിന്ന് ശരിബൽ മാ അൽ ബാരിദ, അവൻ തണുത്ത വെള്ളം കുടിച്ചു. ഇനി ചൂടുള്ള വെള്ളമാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സാഹിനൻ എന്നും ചേർക്കാം. അപ്പോൾ അൽ ബാരിദ അവിടെ നസ്ബ് ചെയ്യണം, ബാരിദ. സുമ്മ മലാ ഇലൽ മദ്രസത്തി, പിന്നെ അവൻ സ്കൂളിലേക്ക് മഷ എന്ന് വായിക്കേണ്ടത്. സുമ്മ മഷാ ഇലൽ മദ്രസത്തി, പിന്നെ അവൻ സ്കൂളിലേക്ക് നടന്നു. എങ്ങനെ നടന്നു? വേഗം നടന്നു എന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. വേഗം, പെട്ടെന്ന് നടന്നു. എന്താണ് അതിന് പറയുന്ന വാക്ക്? സരീ അൻ എന്ന് എഴുതാം. സരീ അൻ, സീന് റാഗ് യാഗ് അവസാന ഐന്, സരീ അൻ, അവൻ വേഗത്തിൽ നടന്നു. അപ്പോൾ സുമ്മ മഷാ ഇലൽ മദ്രസത്തി സരീ അൻ. വജദ മാജിദുൻ അൽ മുഅല്ലിമ, അപ്പോൾ അധ്യാപകനെ മാജിദ് എത്തിച്ചു. അമാമ സൊഫി, ക്ലാസ്സിന് മുന്നിൽ എന്തായിട്ട്? വാഖിഫൻ എന്ന് ചേർക്കാം, നിൽക്കുന്നവനായിട്ട്. അപ്പോൾ ഇവൻ സ്കൂളിലേക്ക് ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ അധ്യാപകൻ അവിടെ ക്ലാസ്സിൻ്റെ മുന്നിൽ വാഖിഫൻ, നിൽക്കുന്നവനാണ്. വഖഫ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നിന്നു എന്നാണ്. അതിൻ്റെ ഇസ്മു ഫായിൽ എടുത്ത് എഴുതിയാൽ മതി, വാഖിഫൻ, നിൽക്കുന്നതായ അവസ്ഥയിൽ. അപ്പോൾ ഇസ്തഅദന മാജിദുൻ അൽ മുഅല്ലിമ, മാജിദ് അധ്യാപകനോട് സമ്മതം ചോദിച്ചു, ക്ലാസ്സിൽ കയറാൻ പെർമിഷൻ ചോദിച്ചു. വദഖല ഇല സൊഫി, അവൻ ക്ലാസ്സിലേക്ക് പ്രവേശിച്ചു. എങ്ങനെ? മസ്റൂറൻ എന്ന് ചേർക്കാം അവിടെ, സന്തുഷ്ടനായിട്ട്, സന്തോഷത്തോടെ. ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ചേർത്ത ഇസ്മുകളൊക്കെ എന്താണ്? ഹാലാണ്. അതിനൊക്കെ എന്ത് ചെയ്തു? അവസാനത്തിൽ നമ്മൾ നസ്ബ് ചെയ്തു. ഹാലിന് എപ്പോഴും ഇഅ്റാബ് എന്തായിരിക്കും? നസ്ബായിരിക്കും. അപ്പോൾ മുബക്കിറൻ, അൽ ബാരിദ, സരീഅൻ, വാഖിഫൻ, മസ്റൂറൻ. ഇത് പരീക്ഷകൾക്ക് പൂരിപ്പിക്കാൻ വേണ്ടി ചോദിക്കും, ബ്രാക്കറ്റിൽ വാക്ക് തന്നുകൊണ്ട്. അപ്പോൾ നമ്മൾ ഹാലാണെന്ന് മനസ്സിലാക്കിയാൽ എപ്പോഴും എന്ത് ചെയ്യണം? ഹാലിന് നസ്ബ് ചെയ്യണം. ശരി, അടുത്ത പേജിലേക്ക് നോക്കൂ. നുറത്തിബു അൽ അഹദാസ ഹത്താ തസ്വീറ ഹിക്കായ. നമുക്ക് താഴെ കാണുന്ന സെൻറ്റൻസുകൾ ക്രമത്തിലാക്കാം. നുറത്തിബു എന്ന് പറഞ്ഞാൽ തെർത്തീബാക്കാം, ഓർഡറാക്കാം. അപ്പോൾ താഴെ കാണുന്നത് ഡിസോർഡറായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, ക്രമം തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പഠിച്ച അലവിയും ഗോവിന്ദനും തമ്മിലുള്ള ഈ ഹിക്കായത്തിൽ, ഈ കഥയിലെ വാചകങ്ങൾ ക്രമം തെറ്റിച്ചാണ് താഴെ തന്നിരിക്കുന്നത്. ഇത് നമുക്ക് ക്രമത്തിലാക്കി എഴുതാം. അത് വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് അർത്ഥം കിട്ടിയാൽ എഴുതാൻ കഴിയും. ഇതുപോലെയുള്ള ചോദ്യം പരീക്ഷകൾക്ക് ചോദിക്കും. ഒരു സംഭവം അല്ലെങ്കിൽ ഒരു ഹിക്കായത്തോ അല്ലെങ്കിൽ ഒരു ഖിസ്സത്തോ നമ്മൾ പഠിച്ച പാഠഭാഗത്തിലെ ഒരു കഥയോ അല്ലെങ്കിൽ ഒരു ഹിക്കായത്തോ തന്നിട്ട് അത് ക്രമം തെറ്റിച്ച് തന്നിട്ടുണ്ടാവും. അത് ഓർഡറാക്കാൻ വേണ്ടി പറയും. അപ്പോൾ നമ്മൾ വായിച്ച് ഓരോ സെൻറ്റൻസിൻ്റെയും അർത്ഥം നമുക്ക് അറിഞ്ഞാൽ അത് ക്രമത്തിലാക്കാൻ കഴിയും. വളരെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണിത്. ശ്രദ്ധിക്കുക, നോക്കൂ. ഇവിടെയുള്ള ഒന്നാണ് വായിക്കുന്നത്. ഗോവിന്ദൻ വ അലവി സ്വദീഖാനി ഹമീമാനി. അർത്ഥം അറിയാലോ, ഗോവിന്ദനും അലവിയും നല്ല ഉറ്റ സുഹൃത്തുക്കളാണ്. സ്വദീഖാനി ഹമീമാനി എന്നാൽ അടുത്ത സുഹൃത്തുക്കളാണ് അവർ രണ്ടുപേരും. ഇനി 2, ഫഖാഫ ഗോവിന്ദൻ ബി ഇൽഹാരി ഇസ്മിഹി. അപ്പോൾ ഗോവിന്ദൻ അവൻ്റെ പേര് പറയുമോ എന്ന് പേടിച്ചു. ഇതൊക്കെ ക്രമം തെറ്റിച്ചാണ് തന്നിരിക്കുന്നത്. നമ്മൾ മുഴുവൻ വായിച്ച് ക്രമത്തിലാക്കണം. ഗോവിന്ദൻ തൻ്റെ പേരെങ്ങാനും പറയുമോ എന്ന് പേടിച്ചു. 3, യതനാവലു അലവി ഖലീലൻ. അലവി അല്പം ഭക്ഷിക്കുന്നു. വ തുഖ്ഫിൽ ബാക്കി, ബാക്കിയുള്ളത് മറച്ചു വെക്കുന്നു. ലി സ്വദീഖിഹി ഗോവിന്ദൻ, തൻ്റെ കൂട്ടുകാരനായ ഗോവിന്ദന് വേണ്ടി. നെക്സ്റ്റ്, കാന അലവി യതനാവലുൽ വജബാത്തി മിൻ മത്അമി അബിൻ. അലവി തൻ്റെ പിതാവിൻ്റെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു. അടുത്തത്, ഫസാലഹു അബൂഹു. അപ്പോൾ അവൻ്റെ ഉപ്പ അവനോട് ചോദിച്ചു, ലിമൻ ഹാദൽ മൗസ്, ഈ പഴം ആർക്കാണടോ?
ഫസക്കത്ത അലവി, അപ്പം അലവി മൗനം പാലിച്ചു. ഫലറബഹു അബൂഹു, അപ്പം അവൻ്റെ പിതാവ് അവനെ അടിച്ചു. അടുത്ത സെൻറ്റൻസ് വലാക്കിൻ സൊബറ അലവി, പക്ഷേ അലവി ക്ഷമിച്ചു. ലിയഹ്ഫള ഇസ്സത സ്വദീഖിഹി, തൻ്റെ കൂട്ടുകാരനായ ഗോവിന്ദൻ്റെ അഭിമാനം, അവൻ്റെ ഇസ്സത്ത് സംരക്ഷിക്കാൻ വേണ്ടി അവൻ ക്ഷമിച്ചു. അടുത്ത ജുംല ഹുമാ യദ്റുസാനിഫി മദ്രസത്തിൻ വാഹിദ, അവർ രണ്ടുപേരും പഠിച്ചിരുന്നത് ഒരു സ്കൂളിലായിരുന്നു. വയദ്ഹബാനി, അവർ രണ്ടുപേരും സ്കൂളിലേക്ക് പോകും. വയർജി ആനി, രണ്ടുപേരും തിരിച്ചു വരും. മാൻ, ഒരുമിച്ച്. അപ്പോൾ ഒപ്പം സ്കൂളിലേക്ക് പോകും, ഒപ്പം സ്കൂൾ വിട്ട് തിരിച്ചു വരികയും ചെയ്യും. അടുത്തത് ലാസ്റ്റ് യൗമൻ റഅ വാലിദു അലവി, ഒരു ദിവസം അലവിയുടെ പിതാവ് കണ്ടു. ഹാദൽ അമല, ഈ പ്രവർത്തനം കണ്ടു. കഴിഞ്ഞു. ഈ പറഞ്ഞ സെൻറ്റൻസുകൾ ഇവിടെ ക്രമം തെറ്റിച്ചാണ്. നമുക്കിത് ക്രമത്തിൽ എഴുതാം. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇത് ക്രമത്തിൽ എഴുതാൻ കഴിയും. അർത്ഥം അറിയുന്നവർക്ക്, കഥ അറിയുന്നവർക്ക് ഇത് ക്രമത്തിൽ എഴുതാൻ കഴിയും. എന്നാലൊന്ന് പറയൂ, ഇതിലെ ഫസ്റ്റ് വാചകം എന്ത് വരും? നാം നാം, അതെ, ഒന്നാമത്തെ വാചകം തന്നെയാണ് വരിക. ഗോവിന്ദൻ വ അലവി സ്വദീഖാനി ഹമീമാനി, കാരണം കഥ അവിടുന്ന് തുടങ്ങുന്നത്. ഗോവിന്ദനും അലവിയും അവർ അടുത്ത സുഹൃത്തുക്കളായിരുന്നു, ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. സെക്കൻഡ്, രണ്ടാമത് ഏത് വാചകം വരും? അതെ, ഹുമാ യദ്റുസാനി ഫി മദ്രസത്തിൻ വാഹിദത്തിൻ വയദ്ഹബാനി വയർജി ആനി മാൻ, അല്ലേ? അങ്ങനെയല്ല വരേണ്ടത്. അവർ രണ്ടുപേരും ഒരുമിച്ച് സ്കൂളിലേക്ക് പോകും, ഒരുമിച്ച് സ്കൂൾ വിട്ട് തിരിച്ചു വരും, ഒരേ സ്കൂളിൽ അവർ പഠിക്കുന്നു. അപ്പോൾ 1ഉം 2ഉം നമുക്ക് കിട്ടി. ഇനി മൂന്നാമത്തത് ഏത് വാചകമാണ് വരിക? കാന അലവി, ആ വാചകമാണ് മൂന്നാമതായിട്ട് വരിക. കാന അലവി യതനാവലുൽ വജബാത്തി മിൻ മത്അമി അബിൻ, അല്ലേ? ഇങ്ങനെ സ്കൂൾ വിട്ട് വരുമ്പോൾ അലവി ഉപ്പാൻ്റെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കും. ഇനി വറാബി ഏത് വരും? നാലാമത്തത്. അതെ, യതനാവലു അലവി ഖലീലൻ, അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ അലവി കുറച്ച് കഴിക്കും. വ തുഖ്ഫിൽ ബാഖി സ്വദീഖിഹി ഗോവിന്ദൻ, കുറച്ച് തൻ്റെ ഗോവിന്ദന് വേണ്ടി അവൻ മാറ്റിവെച്ച് കൊണ്ടുവരും. 4ആയല്ലോ. ഇനി 5ാമത്തെ സെൻറ്റൻസ് ഏത് വരും? അങ്ങനെ അവൻ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തായി? അതെ, ലാസ്റ്റ് സെൻറ്റൻസ് ഇനി വരും, 5ാമത്തത്. യൗമൻ റഅ വാലിദു അലവി ഹാദൽ അമല, അതാണ് 5 വരിക. ഒരു ദിവസം ഈ പ്രവർത്തനം അലവിയുടെ ഉപ്പ കണ്ടു. ഇനി വസാദിസ്, 6ാമത് ഏത് വരും? ഇത് കണ്ടപ്പോഴോ ഫസഅലഹു അബൂഹു, അപ്പോൾ ഉപ്പ ചോദിച്ചു ലിമൻ ഹാദൽ മൗസ് ഫസക്കത്ത അലവി ഫലറബഹു അബൂഹു, അത് വരും 6ാമത്തത്. ഇനി വസാബി 7ാമത്തെ ഏതാ വരിക? ഖാഫ ഗോവിന്ദൻ, അല്ലേ? അലവിയെ ഇങ്ങനെ അടിക്കുകയാണ്, ഇത് ആർക്കാ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ എന്താണ്? ഫഖാഫ ഓഫിന്ദൻ ബിൽഹാരി ഇസ്മിഹി, ഗോവിന്ദൻ തൻ്റെ പേരെങ്ങാനും പറയുമോ എന്ന് പേടിച്ചു. ഇനി ലാസ്റ്റ് അവസാനത്തെ വാചകം ഏത് വരും? വലാക്കിൻ സ്വബറ അലവി ലിയഹ്ഫള ഇസ്സത സ്വദീഖിഹി, എങ്കിലും കൂട്ടുകാരൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി അലവി ക്ഷമിച്ചു, അവൻ്റെ പേര് വെളിപ്പെടുത്തിയില്ല. കണ്ടോ? ഇപ്പം നമ്മൾ പഠിച്ച ആ ഹിക്കായത്ത് നമ്മൾ എന്ത് ചെയ്തു? ഓർഡറാക്കി. ഇങ്ങനെ 8 വാചകമാണ് വരിക. ഈ ക്രമത്തിലാക്കിക്കൊണ്ട് നിങ്ങൾ ഈ സംഭവം നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതുക. ശരി, അടുത്ത പ്രവർത്തനം. നതഖയ്യലു അന്ന വാലിദ അലവി അലിമ ഹഖീഖത്തൽ അംർ, അലവിയുടെ പിതാവ് ഈ കാര്യത്തിൻ്റെ യാഥാർത്ഥ്യം അറിഞ്ഞു എന്ന് ഭാവിക്കുക. ഫമാദ ഹദസ, അപ്പം പിന്നെ എന്താ സംഭവിക്കുക? നുഅദ്ദു ഹിക്കായത്തൻ ബി മുസാദത്തിൻ നിക്കാത്തി താലിയ, താഴെയുള്ള സൂചനയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ ഹിക്കായത്ത് കംപ്ലീറ്റ് ചെയ്യാം, പൂർത്തീകരിക്കാം. അപ്പോൾ തുടങ്ങി വെച്ചിട്ടുണ്ടാകും. അതായത് അലവിയുടെ ഉപ്പ പിന്നീട് അറിഞ്ഞു ഇത് അവൻ്റെ സുഹൃത്ത് പാവപ്പെട്ട ഗോവിന്ദന് ഭക്ഷണമായിട്ട് കൊടുക്കാൻ, അവൻ്റെ ഒരു നേരത്തെ വിശപ്പടക്കാനാണ് ഇവൻ ഈ പഴം മാറ്റിവെച്ച് കൊണ്ടുപോകുന്നത് എന്ന് അലവിയുടെ ഉപ്പ പിന്നീട് അറിഞ്ഞു. അങ്ങനെ അറിഞ്ഞപ്പോൾ പിന്നെ എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാകുക എന്ന് ഭാവനയിൽ നിന്ന് നമ്മളോട് എഴുതാനാണ് ആവശ്യപ്പെടുന്നത്. ഇതിന് നമുക്കിവിടെ കള്ളിയിൽ ചില വാക്ക് തന്നിട്ടുണ്ട്. ആ വാക്കുകൾ ആദ്യം വായിക്കാം. നോക്കൂ. യഅ്തസ്സബി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അഭിമാനിക്കുന്നു എന്നാണ്. അഭിമാനിക്കുന്നു. യഅ്തസ്സബി, ഇൽത്തസ വരുമ്പോൾ അതിൻ്റെ ശേഷം ബി എന്നുള്ള പിന്നെ ഹർഫ് വരും. അഭിമാനിക്കുന്നു. ലമ്മ ഇല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചേർത്തു പിടിച്ചു എന്നാണ്, അല്ലെങ്കിൽ അണച്ചു പിടിച്ചു എന്നൊക്കെയാണ്, അല്ലേ? നെഞ്ചിലേക്കൊക്കെ എന്താണ് അണച്ചു പിടിച്ചു എന്നൊക്കെ പറയുമ്പോഴാണ് ലമ്മ ഇല എന്ന് പറയുക. അടുത്ത ഷജ്ജ അല എന്ന് പറഞ്ഞാൽ അവനെ പ്രോത്സാഹിപ്പിച്ചു, അവനെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തു, പ്രോത്സാഹിപ്പിച്ചു. പിന്നെയോ അത്വഅമ എന്ന് പറഞ്ഞാൽ ഭക്ഷിപ്പിച്ചു,
അത്വാമ ഭക്ഷിപ്പിച്ചു. ഇങ്ങനെ 4 വാക്കുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഈ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ സംഭവം പൂർത്തീകരിക്കാം. നോക്കൂ, നമുക്ക് ആദ്യം ഇവിടെ തന്നത് വായിക്കാം. മസാ ദാലിക്കൽ യൗമി, ആ ദിവസം വൈകുന്നേരം, വജദ മുഹിയുദ്ദീൻ ഇബ്നഹു ഹസീനൻ, മുഹിയുദ്ദീൻ തൻ്റെ മകനെ ദുഃഖിതനായിട്ട് എത്തിച്ചു. കണ്ടോ, ഹസീൻ അവിടെ നേരത്തെ നമ്മൾ പഠിച്ച ഹാലാണ്, ദുഃഖമുള്ള അവസ്ഥയിൽ എത്തിച്ചു. ഫസഅലഹു അൻ സബബി ഹുസ്നിഹി, അപ്പോൾ അവനോട് അവൻ്റെ ദുഃഖത്തിൻ്റെ കാരണം ചോദിച്ചു. എന്താണ് മോനെ നീ ദുഃഖിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. ഫഅലിമ ഹഖീഖത്തൽ അംർ, അപ്പോൾ അദ്ദേഹം കാര്യത്തിൻ്റെ യാഥാർത്ഥ്യം, ഹഖീഖത്ത് സത്യം, യഥാർത്ഥം എന്നാണ്, കാര്യത്തിൻ്റെ യാഥാർത്ഥ്യം അറിഞ്ഞു. ഫനദിബ മുഹിയുദ്ദീൻ, അപ്പോൾ മുഹിയുദ്ദീൻ ദുഃഖിച്ചു. അല, എന്തിൻ്റെ മേൽ ദുഃഖിച്ചു? ബാക്കി നമ്മൾ ചേർത്ത് ഈ ഹിക്കായത്ത് ഈ സംഭവം കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടുകാരൻ്റെ വിശപ്പടക്കാനാണ് എൻ്റെ മോനിത് ചെയ്തത് എന്നറിഞ്ഞപ്പോൾ പിതാവിന് വളരെയധികം ദുഃഖം തോന്നി. പിന്നെ അദ്ദേഹം അപ്പോൾ എന്തൊക്കെ ചെയ്തു, തൻ്റെ മകനോട് എന്തൊക്കെ പറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ പൂർത്തീകരിക്കേണ്ടത്. ഒന്ന് പറഞ്ഞു നോക്കൂ, എങ്ങനെ പൂർത്തീകരിക്കാം? ഫനദിമ മുഹിയുദ്ദീൻ അലാ തഅദീബിഹി എന്ന് എഴുതാം അല്ലേ? അദാബ് എന്ന് പറഞ്ഞ ശിക്ഷ എന്നാണ്. അപ്പോൾ അലാ തഅദീബിഹി, താൻ തൻ്റെ മകനെ ശിക്ഷിച്ചതിൽ അദ്ദേഹം ദുഃഖിച്ചു. എങ്ങനെ പറഞ്ഞു? ഫനദിമ മുഹിയുദ്ദീൻ അലാ തഅദീബിഹി. അപ്പോൾ തഅദീബ് എന്നുള്ള വാക്യം നമ്മൾ ചേർത്തു, വമീറും കൊടുത്തു, തഅദീബിഹി. എന്നിട്ടോ നമുക്ക് തന്നതിലുണ്ട് ലമ്മ ഇല എന്നുണ്ട് അല്ലേ, തന്ന കള്ളിയിലുണ്ട്, അത് ഉപയോഗിച്ച് നമുക്ക് എഴുതാം. ലമ്മ ഇലൈഹി, ലമ്മ ഇല എന്നുള്ള കൂടെ ഇലൈഹി എന്ന് ചേർത്താൽ മതി, തെഞ്ഞിലേക്ക്. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? വലമ്മ ഇബ്നഹു ഇലാ സ്വദിരിഹി എന്നൊക്കെ എഴുതാം, തൻ്റെ മകനെ തൻ്റെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചു. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വലമ്മ ഇലൈഹി എന്ന് എഴുതിയാലും മതി, അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് അവനെ കൂട്ടിപ്പിടിച്ചു, അണച്ചു പിടിച്ചുകൊണ്ട് വഖാല, പിതാവ് പറഞ്ഞു. എന്ത്? ആഴ്ത്തസ്സു ബിക യാ ബുനയ്യ. കണ്ടോ, ഇഅ്തസ്സ ബി എന്ന് നമുക്ക് തന്നതിലുണ്ട്. അത് ഞാനാവുമ്പോൾ എങ്ങനെ എഴുതണം? മുഫ്രദ് മുത്തകല്ലിമാകുമ്പോൾ ഫീൽ എങ്ങനെ വരും? ആഴ്ത്തസ്സു എന്ന് വരും. വഖാല ആഴ്ത്തസ്സു ബിക യാ ബുനയ്യ, മോനെ നിന്നെക്കൊണ്ട് ഞാൻ അഭിമാനം കൊള്ളുന്നു. ഹാദൽ ഫിഅലു അംറുൻ അലീമുൻ, അല്ലേ, ഈ ചെയ്ത പ്രവർത്തനം നല്ലൊരു പ്രവർത്തനമാണ്. ഹാദൽ ഫിഅലു അംറുൻ അലീമുൻ. ഇനി ഇൻകാന ഇൻദക ജായിഉൻ മിനൽ അസ്തിഖാ, നിൻ്റെ അടുക്കൽ വിശക്കുന്ന കൂട്ടുകാർ ഇനി ഉണ്ടെങ്കിൽ, ഇൻകാന ഇൻദക ജായിഉൻ മിനൽ അസ്തിഖായി നുത്ഇമുഹും എന്ന് എഴുതിയാൽ മതി. നുത്ഇമുഹും, അത്വാമതുണ്ടല്ലേ ഭക്ഷിപ്പിക്കുമെന്ന്. അപ്പോൾ ഇൻകാന ഇൻദക ജായിഉൻ മിനൽ അസ്തിഖായി നുത്ഇമുഹും, നിൻ്റെ അടുക്കൽ ഇതുപോലെയുള്ള കൂട്ടുകാർ ഇനി ഉണ്ടെങ്കിൽ നാം അവർക്ക് ഭക്ഷണം കൊടുക്കും. ഇത് ചെറിയ രൂപത്തിലുള്ള ഒരു മാതൃകയാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ സ്വന്തമായിട്ട് ഈ ഹിക്കായത്ത് കംപ്ലീറ്റ് ചെയ്യുക, പൂരിപ്പിക്കുക. ഇതുപോലെയുള്ള ചോദ്യങ്ങളും പരീക്ഷകൾക്ക് ചോദിക്കും. നമുക്കൊരു സംഭവത്തിൻ്റെ തുടക്കം തരും, എന്നിട്ട് ഡാഷ് കൊടുക്കും, കള്ളിയിൽ വാക്കുകൾ കൊടുക്കും. ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഹിക്കായത്ത്, ആ കഥ പൂർത്തീകരിക്കണം. അതിനുള്ളൊരു മാതൃകയാണ് ഈ ആക്ടിവിറ്റി. ശരി, നമുക്ക് അടുത്ത പേജിലേക്ക് പ്രവേശിക്കാം. നോക്കൂ, അൽ ഖാളി ഉമർ ബിൻ അലി അൽ വെളിയങ്കൂത്തി. അൽ ഖാളി ഉമർ ബിൻ അലിയിൽ വെളിയങ്കൂത്തി, വെളിയങ്കോട് ഉമറുൽ ഖാളി. എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ പേര്, വെളിയങ്കോട് ഉമറുൽ ഖാളി. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലാണ്, അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രമാണ് താഴെ തന്നിരിക്കുന്നത്. അത് നമുക്കൊന്ന് വായിക്കാം. ഉലിദ സയ്യിദ് ഉമറുൽ ഖാളി ഫി ഖറിയത്തി വെളിയങ്കോട് ഫി മുഖാത്താത്തി മലാബുറം ആം 1757 മീലാദിയ. നോക്കൂ, ഉലിദ സയ്യിദ് ഉമറുൽ ഖാളി, സയ്യിദ് ഉമറുൽ ഖാളി ജനിച്ചു ഫി ഖറിയത്തി വെളിയങ്കോട് എന്ന് പറയുന്ന ഗ്രാമത്തിൽ, ഫി മുഖാത്താത്തി മലപ്പുറം. വെളിയങ്കോട് എവിടെയാണ്? മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ, മലപ്പുറം ജില്ലയിലെ വെളിയങ്കോട് എന്ന് പറയുന്ന ഗ്രാമത്തിൽ ജനിച്ചു. ആം എന്ന് 1757. എങ്ങനെയാണ് പ്രൊഫൈൽ എഴുതുക? നമ്മൾ വ്യക്തിയെപ്പറ്റി പറയുമ്പോൾ ആദ്യം ഉലിദ ചേർക്കുക, മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതുപോലെയാണ് എഴുതുക. അപ്പോൾ 1757 മലപ്പുറം ജില്ലയിലെ വെളിയങ്കോട് എന്ന് പറയുന്ന പ്രദേശത്ത് ഉമറുൽ ഖാളി ജനിച്ചു. അബൂഹു അലി മുസ്ലിയാർ, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് അലി മുസ്ലിയാർ എന്നാണ്. ഖാന ആലിമൻ മഷ്ഹൂറൻ, അദ്ദേഹം പ്രശസ്തനായ ഒരു പണ്ഡിതനായിരുന്നു. ഉമറുൽ ഖാളി ഖാന ആലിമൻ മഷ്ഹൂറൻ തഅല്ലമൽ ഉലൂമദ്ദീനിയ,
നോക്കൂ, അദ്ദേഹം മതപരമായ വിജ്ഞാനങ്ങൾ പഠിച്ചു, ദീനി അറിവുകൾ പഠിച്ചു. എവിടെ നിന്ന്? മിനൽ മസ്ജിദിൽ ജാമി ബിഫുന്നാൻ, പൊന്നാനി വലിയ ജുമാ മസ്ജിദിൽ നിന്ന്. അൽ മസ്ജിദുൽ ജാമി എന്ന് പറഞ്ഞാൽ ജുമാഅത്ത് പള്ളി, ജുമാ മസ്ജിദ്. ബിഫുന്നാൻ പൊന്നാനിയിലെ. അപ്പോൾ ഉമറുൽ ഖാദി പൊന്നാനിയിലെ ജുമാ മസ്ജിദിൽ നിന്നാണ് ദീനീ വിജ്ഞാനങ്ങൾ പഠിച്ചത്. അങ്ങനെ അദ്ദേഹം അറിയപ്പെട്ട ഒരു പണ്ഡിതനായി തീർന്നു. ഇനി ഖറ അൽ ഉലൂമ അല ശുയൂഖിൽ മഷ്ഹൂരീന ഫി വിലായത്തി കൈറള, കേരള സംസ്ഥാനത്തിലുള്ള പ്രശസ്തരായ പണ്ഡിതന്മാരിൽ നിന്ന് അദ്ദേഹം അറിവുകൾ പഠിച്ചു. ഇവിടെ ഖറ അല എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് പഠിച്ചു എന്നാണ്, വായിച്ചു എന്നല്ല. അപ്പോൾ ഖറ അൽ ഉലൂമ, അദ്ദേഹം വിജ്ഞാനങ്ങൾ പഠിച്ചു. ആരിൽ നിന്ന്? അല ശുയൂഖിൽ മഷ്ഹൂരീൻ, ഫേമസ് ആയ പണ്ഡിതന്മാരിൽ നിന്ന്. ഫി വിലായത്തി കൈറള, കേരള സംസ്ഥാനത്തെ പ്രശസ്തരായ ശൈഖന്മാരിൽ നിന്ന് അദ്ദേഹം വിജ്ഞാനങ്ങൾ നുകർന്നു. ഇനി കാനലിൽ ഖാളിക്കുണ്ടായിരുന്നു അലാഖത്തുൻ ഖവിയ്യത്തുൻ, ശക്തമായ ബന്ധമുണ്ടായിരുന്നു. ബി ഉലമായി അസുരിഹി, തൻ്റെ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരുമായിട്ട്. ഫി ദാഖിലിൽ ഹിന്ദി, ഇന്ത്യയുടെ ഉള്ളിലും. വ ഖാരിജിഹ, ഇന്ത്യയുടെ പുറത്തും. അപ്പോൾ ഒന്നിച്ച് പറഞ്ഞാൽ ഇന്ത്യയുടെ അകത്തും പുറത്തും തൻ്റെ സമകാലീനരായ പണ്ഡിതന്മാരുമായിട്ട് അദ്ദേഹത്തിന് ശക്തമായ ബന്ധമുണ്ടായിരുന്നു. അലാഖത്ത് അർത്ഥം ബന്ധം ഉണ്ടായിരുന്നു. ഇനി കാന റജുലൻ തഖിയൻ, അദ്ദേഹം ഭയഭക്തിയുള്ള ഒരു മനുഷ്യനായിരുന്നു. ലാ യഖാഫു അഹദൻ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ അദ്ദേഹം ആരെയും പേടിച്ചിരുന്നില്ല. വേറൊരു മനുഷ്യനെയും ഒരാളെപ്പോലും അദ്ദേഹം പേടിച്ചിരുന്നില്ല. അള്ളാഹുവിനെ മാത്രം ഭയഭക്തിയുള്ള ഒരാളായിരുന്നു ഉമറുൽ ഖാദി. വഹുവല്ലദി, അദ്ദേഹമാണ് ലഹറമിനൽ ഉലമായി അവലൻ, പണ്ഡിതന്മാരിൽ നിന്ന് ആദ്യമായി രംഗത്ത് വന്നത്. എന്തിന്? ലി മുഹാറബത്തിൽ ഹുക്കൂമത്തിൽ ഇൻജിലീസിയ, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് യുദ്ധം ചെയ്തുകൊണ്ട്. മുഹാറബത്തിൻ്റെ അർത്ഥം യുദ്ധം. അൽ ഹുക്കൂമത്തുൽ ഇൻജിലീസിയ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഗവൺമെൻറ്, അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്ന അത് അദ്ദേഹമായിരുന്നു ആദ്യമായിട്ട്. ആരെ കൂടെ? സയ്യിദ് അലവി മൗലദ് ദവീല അൽ മഅറൂഫു ബി മംഫുറൻ തങ്ങൾ, മംഫുറൻ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ട സയ്യിദ് അലവി മൗലദ് ദൗലയോടുകൂടെ, അതായത് മംഫുറൻ തങ്ങളോടുകൂടെ. വ വൈരിഹി, മുതലായ പണ്ഡിതന്മാരോടുകൂടെ. മിനൽ ഉലമായി വസ്വാമായി, പണ്ഡിതന്മാരിൽ നിന്നും നേതാക്കന്മാരിൽ നിന്നും. അപ്പോൾ ഒന്നിച്ച് പറഞ്ഞാൽ സയ്യിദ് അലവി മൗലദ് ദവീല അൽ മഅറൂഫി ബി മംഫുറൻ തങ്ങൾ, മംഫുറൻ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ട പ്രശസ്തനായ സയ്യിദ് അലവി മൗലദ് ദവീല തുടങ്ങിയുള്ള പണ്ഡിതന്മാരോടും നേതാക്കന്മാരോടും കൂടെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് ആദ്യമായി രംഗത്ത് വന്ന പണ്ഡിതന്മാരിൽപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം. നമുക്കറിയാം, നികുതി നിഷേധവുമായിട്ട് ആദ്യമായിട്ട് രംഗത്ത് വന്ന വ്യക്തിയായിരുന്നു ആര്? ഉമറുൽ ഖാദി. താൻ ജനിച്ച നാടിന് ഞാൻ നികുതി തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ മുഖത്ത് നോക്കി പ്രഖ്യാപിച്ച മഹാനായ മനുഷ്യനായിരുന്നു ആര്? ഉമറുൽ ഖാദി. അതാണ് പറഞ്ഞ അദ്ദേഹം ലാ യഖാഫു അഹദൻ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ അദ്ദേഹം ആരെയും പേടിച്ചിരുന്നില്ല, ഒരു കുട്ടിയെയും അദ്ദേഹം പേടിച്ചിരുന്നില്ല. അങ്ങനെയുള്ള ഒരു പണ്ഡിതനായിരുന്നു ഉമറുൽ ഖാദി. ഇനി ലഹു അഷ്ആറുൻ കസീറത്തുൻ, അദ്ദേഹത്തിന് ധാരാളം പദ്യങ്ങളുണ്ട്. അദ്ദേഹം നല്ലൊരു കവി കൂടിയായിരുന്നു. ലഹു അഷ്ആറുൻ കസീറത്തുൻ, അദ്ദേഹത്തിന് ധാരാളം പദ്യങ്ങളുണ്ട്, കവിതകളുണ്ട്. വ തഅലീഫാത്തുൻ അദീദ, ധാരാളം കൃതികളുമുണ്ട്, രചനകളുമുണ്ട്. ഫിൽ ഫിഖ്ഹി, എന്തിൽ? കർമ്മശാസ്ത്രത്തിൽ, ഫിഖ്ഹിലും. വ തസവ്വുഫി, തസവ്വുഫിലും. സൂഫിസം, ആത്മീയ ജ്ഞാനം എന്നൊക്കെ പറയാം അല്ലേ, തസവ്വുഫ്. സൂഫിസത്തിലും അതുപോലെ കർമ്മശാസ്ത്രത്തിലുമൊക്കെ അദ്ദേഹത്തിന് ധാരാളം കൃതികളുമുണ്ട്. വ മദ്ഹിർ റസൂൽ, റസൂലിനെ മദ്ഹ് ചെയ്യുന്നതിലും റസൂലിനെ പുകഴ്ത്തി പാടിയതിലുമൊക്കെ അദ്ദേഹത്തിന് ധാരാളം പദ്യങ്ങളും അതുപോലെ ഫിഖ്ഹ്, തസവ്വുഫ് പോലെയുള്ള വിഷയങ്ങളിലൊക്കെ ധാരാളം പുസ്തകങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു മഹാമനുഷ്യനാണ് ഉമറുൽ ഖാദി. നോക്കൂ, വമിൻ ഖസീദത്തിഹിൽ മുഹമ്മസ, അദ്ദേഹത്തിൻ്റെ ഖസീദത്തുൽ മുഹമ്മസയിൽപ്പെട്ടതാണ്. അദ്ദേഹം എഴുതിയ ഒരു പദ്യത്തിൻ്റെ ബുക്കിൻ്റെ പേരാണ് ഖസീദത്തുൽ മുഹമ്മസ. ഇത് ഓർത്തു വെക്കുക, പരീക്ഷകൾക്ക് ചോദിക്കും മൻ ഹുവ സ്വാഹിബു ഖസീദത്തുൽ മുഹമ്മസ എന്ന്. ആരാണ് ഖസീദത്തുൽ മുഹമ്മസയുടെ ഓദർ, അത് എഴുതിയത് ആരാണെന്ന്. അപ്പോൾ ആ പേര് ഓർത്തു വെക്കുക, അസയ്യിദ് ഉമറുൽ ഖാദിയാണ്. അസയ്യിദ് ഉമറുൽ ഖാദി അൽ വലിയംകൂത്തി.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഖസീദത്തുൽ മുഹമ്മസയിൽപ്പെട്ട ഏതാനും ചില വരികളാണ് താഴെ തന്നിരിക്കുന്നത്. നമുക്കത് വായിക്കാം. സ്വല്ലല്ലാഹു അലബിനി അബ്ദില്ലാഹി ദി ഖുലുഖിൻ ബിനസ്സില്ലാഹി കാന അലീമാ ഫളൻ ഖലീലൻ ലം യകുൻ ബല്ലയ്യിനൻ ബർറൻ റഊഫൽ മുഅ്മിനീന റഹീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നോക്കൂ, സ്വല്ലൽ ഇലാഹു, അല്ലാഹു ഗുണം ചെയ്യട്ടെ, കരുണ ചെയ്യട്ടെ. ആരുടെ മേൽ? അലബിനി അബ്ദില്ല, അബ്ദുല്ലാൻ്റെ മകൻ്റെ മേൽ, അബ്ദുല്ലാൻ്റെ പുത്രൻ്റെ മേൽ അള്ളാഹു ഗുണം ചെയ്യട്ടെ. നമുക്കറിയാം അബ്ദുല്ലാൻ്റെ പുത്രൻ ആരാണ്? അത് മുഹമ്മദ് നബിയാണ്. അപ്പോൾ മുഹമ്മദ് നബിയുടെ മേലിൽ അള്ളാഹു ഗുണം ചെയ്യട്ടെ. എങ്ങനത്തെ അബ്ദുല്ലാൻ്റെ മകൻ? ദീ ഖുലുഖിൻ, നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായ അബ്ദുല്ലാൻ്റെ മകൻ്റെ മേലിൽ. ബിനസ്സുല്ലാഹി, അള്ളാഹുവിൻ്റെ നെസ്സു കൊണ്ട്, അതായത് ഉദ്ദേശിച്ചത് ഖുർആനാണ്. അള്ളാഹുവിൻ്റെ നെസ്സു എന്ന് പറഞ്ഞാൽ അൽ ഖുർആൻ. അപ്പോൾ ഖുർആൻ വിശേഷിപ്പിച്ച നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായ അബ്ദുല്ലാൻ്റെ പുത്രൻ്റെ മേലിൽ അള്ളാഹു ഗുണം ചെയ്യട്ടെ. കാന അലീമ, ആ മനുഷ്യൻ ഉന്നതനായിരുന്നു, ആ പ്രവാചകൻ ഉന്നതനാണ്. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ് സാരം? മുഹമ്മദ് നബിയുടെ മേലിൽ അള്ളാഹു ഗുണം ചെയ്യട്ടെ എന്നേ ഉള്ളൂ. സ്വല്ലല്ലാഹു, അള്ളാഹു ഗുണം ചെയ്യട്ടെ അലബിനി അബ്ദില്ല, അബ്ദുല്ലാൻ്റെ മകൻ്റെ മേലിൽ. എങ്ങനത്തെ അബ്ദുല്ലാൻ്റെ മകൻ? ദീ ഖുലുഖിൻ ബിനസ്സില്ല, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗ്രന്ഥം കൊണ്ട് നല്ല സ്വഭാവത്തിൻ്റെ ഉടമ എന്ന് പറയപ്പെട്ട ആ പ്രവാചകൻ്റെ മേലിൽ. ഖാന അലീമ, അദ്ദേഹം ഉന്നതനാണ്, ആ പ്രവാചകൻ, ആ അബ്ദുല്ലാൻ്റെ മകൻ. അങ്ങനത്തെ അബ്ദുല്ലാൻ്റെ പുത്രൻ്റെ മേലിൽ അള്ളാഹു ഗുണം ചെയ്യട്ടെ. ഇനി ആ പ്രവാചകൻ്റെ ഗുണങ്ങൾ എടുത്തു പറയുകയാണ് ഉമറുൽ ഖാളി. ഫല്ലൻ വലീലൻ ലം യകുൻ, അവിടെ ശരിക്കും പറഞ്ഞത് ലം യകുൻ എന്നാണ് ആദ്യം പറയേണ്ടത്. പദ്യത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി എന്ത് ചെയ്തു? ലം യകുൻ എന്നുള്ളതിനെ പിന്തിപ്പിച്ചതാണ്. അപ്പോൾ ലം യകുൻ ഫല്ലൻ എന്ന് പറഞ്ഞാൽ ഫല്ലിൻ്റെ അർത്ഥം പരുഷ സ്വഭാവക്കാരൻ എന്നാണ്. കടുത്ത സ്വഭാവം, പരുഷ സ്വഭാവക്കാരൻ അദ്ദേഹം ആയിരുന്നില്ല. വലീലൻ, വലീലുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ കഠിന ഹൃദയൻ എന്നാണ്. ഹൃദയം കടുത്തവൻ എന്ന് പറഞ്ഞാൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാകാത്ത ആളുകൾക്കാണ് എന്ത് പറയുക? വലീൽ എന്ന് പറയുക. എന്നാൽ പ്രവാചകൻ അങ്ങനെയായിരുന്നില്ല. അദ്ദേഹം പരുഷ സ്വഭാവക്കാരനും അതുപോലെ കഠിന ഹൃദയനും ആയിരുന്നില്ല. മനസ്സിലായോ? ഫല്ലൻ പരുഷ സ്വഭാവമുള്ളവനും, വലീലൻ എന്ന് പറഞ്ഞാൽ കഠിന ഹൃദയനും, ലം യകുൻ അങ്ങനെയായിരുന്നില്ല പ്രവാചകൻ. പിന്നെയോ ബൽ ലയ്യിനൻ, അദ്ദേഹം മൃദുല സ്വഭാവക്കാരനായിരുന്നു. ലയ്യിൻ എന്ന് പറഞ്ഞാൽ ലോല സ്വഭാവക്കാരൻ അല്ലെങ്കിൽ മൃദുല സ്വഭാവക്കാരൻ. അപ്പോൾ വിട്ടുവീഴ്ചക്കും മറ്റൊക്കെ തയ്യാറാകുന്ന നല്ല ഒരു ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു ആ മനുഷ്യൻ, ആ പ്രവാചകൻ. പിന്നെയോ ബർറൻ, അദ്ദേഹം ഗുണം ചെയ്യുന്നവനാണ്. റഊഫൻ, അദ്ദേഹം അലിവുള്ളവനാണ്, കാരുണ്യമുള്ളവനാണ്. ആരോട്? അൽ മുഅ്മിനീന റഹീമ, മുഅ്മിനീങ്ങളോട്, സത്യവിശ്വാസികളോട് അദ്ദേഹം ഗുണം ചെയ്യുന്നവനും കാരുണ്യം കാണിക്കുന്നവനും അലിവ് കാണിക്കുന്നവനുമാണ് അദ്ദേഹം. അങ്ങനെയുള്ള സ്വഭാവത്തിൻ്റെ ഉടമയാണ് ആ പ്രവാചകൻ. അതുകൊണ്ട് സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങൾ ആ പ്രവാചകൻ്റെ മേലിൽ സ്വലാത്തും സലാമും ഒക്കെ എന്ത് ചെയ്യുക? വർദ്ധിപ്പിക്കുക. ഇതാണ് ഈ പദ്യത്തിൻ്റെ ആശയം. അവിടെ ഞാൻ പറഞ്ഞ പോലെ ഖസീദത്തുൽ മുഹമ്മസ എന്നതിൻ്റെ ആ പദ്യശേഖരത്തിൻ്റെ ഉടമ, അതിൻ്റെ സ്വാഹിബിനെ ഓർത്തു വെക്കുക. അൽ ഖാളി ഉമർ ബിൻ അലിയിൽ വലിയം കൂത്തി. ശരി, നോക്കൂ, ഏതാനും ചില ആയത്തുകളും ഹദീസുകളും പറയുകയാണ്. നഖറഉൽ ആയാതി വൽ ഹദീസ വനുനാഖിഷു മുവാഫഖതഹ ബിൽ ഖസീദ. നമുക്ക് താഴെ പറയുന്ന ആയത്തുകളും ഹദീസുകളും വായിച്ച് നമ്മൾ ഈ വായിച്ച ഈ ഖസീദത്തുൽ മുഹമ്മസയിൽ വായിച്ച ഈ ബൈത്തുമായിട്ട് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? താരതമ്യം ചെയ്യാം, താരതമ്യം ചെയ്ത് പഠിക്കാം. നോക്കൂ, അപ്പോൾ അവിടെ പറയുന്ന ആയത്തും ഹദീസും നമ്മൾ വായിച്ച ഈ പദ്യത്തിൻ്റെ വരികളുമായി എന്ത് ചെയ്യണം? താരതമ്യം ചെയ്യണം. എന്നിട്ട് അതൊന്ന് കണ്ടെത്തണം, പഠിക്കണം. നോക്കൂ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫളൻ ഗലീളൽ ഖൽബി ലംഫളൂ മിൻ ഹൗലിക ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംർ ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. സദഖല്ലാഹ്.
സൂറത്തു ആലു ഇംറാൻ. നോക്കൂ, അള്ളാഹു പറയുന്നു, യഖൂലുല്ലാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹ് പറയുകയാണ്, പ്രവാചകനെ അഭിസംബോധനം ചെയ്തുകൊണ്ട് പ്രവാചകനോട് പറയുകയാണ്, എന്ത്? ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി, അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട്, കാരുണ്യം കാരണത്താൽ, ലിൻതലഹും, നീ അവരോട് സൗമ്യമുള്ളവനായി. ലിൻത, ലയ്യൻ എന്ന് നമ്മൾ പദ്യത്തിൽ വായിച്ചല്ലോ അല്ലേ? ലയ്യൻ, അതിന് വരുന്ന ഫീലാണ് ലിൻതാന്ന്. ലാന അത് എന്താണ്, ഹാദിറാമ്പൽ ലിൻത എന്ന് പറയും. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് ലിൻതലഹും, നിങ്ങൾ ജനങ്ങളോട് സൗമ്യ സ്വഭാവക്കാരനായി. ഇനി വലൗകുൻത ഫല്ലൻ വലിയൽ കൽബി, കണ്ടോ, താങ്കളെങ്ങാനും ഫല്ലാവുകയാണെങ്കിൽ, പരുഷ സ്വഭാവക്കാരനും അതുപോലെ വലിയൽ കൽബി, കടിഞ്ഞ ഹൃദയത്തിൻ്റെ ഉടമയുമായിരുന്നുവെങ്കിൽ, ലം ഫല്ലു മിൻ ഹൗലിക്, ജനങ്ങളെല്ലാം താങ്കളിൽ നിന്ന് പിരിഞ്ഞു പോകുമായിരുന്നു. ഇൻഫല്ല പറഞ്ഞാൽ എന്താണ്? പിരിഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ ദീനുൽ ഇസ്ലാമിലേക്ക്, ഈ പ്രസ്ഥാനത്തിലേക്ക് ആരും തന്നെ വരുമായിരുന്നില്ല. വന്നവർ തന്നെ അതിൽ നിന്ന് പുറത്തു പോകുമായിരുന്നു. താങ്കൾ എങ്ങനെയുള്ളവനായിരുന്നുവെങ്കിൽ, താങ്കൾ ലൗകുൻത ഫല്ലൻ, പരുഷ സ്വഭാവക്കാരനും അതുപോലെ ഒലിയൽ കൽബി, കടിഞ്ഞ ഹൃദയനുമായിരുന്നുവെങ്കിൽ ജനങ്ങളെല്ലാം അങ്ങിൽ നിന്ന് പിരിഞ്ഞു പോയേനെ. പക്ഷേ താങ്കൾ അങ്ങനെയല്ല, താങ്കൾ സൗമ്യമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ്. എന്നിട്ട് അള്ളാഹ് പറയുന്നു, ഫാഫു അൻഹും, താങ്കൾ അവർക്ക് വിട്ടുവീഴ്ച ചെയ്യുക, പുറത്തു കൊടുക്കുക. ചെറിയ ചെറിയ തെറ്റുകളൊക്കെ, പാകപ്പിഴവുകളൊക്കെ വരുമ്പോൾ താങ്കൾ ജനങ്ങൾക്ക് അവർക്ക് പുറത്തു കൊടുക്കുക. വസ്താഫിർ ലഹും, അവർക്ക് വേണ്ടി താങ്കൾ പൊറുക്കലിനെ തേടുക, ഇസ്തിഗ്ഫാർ ചെയ്യുക. പിന്നെയോ വശാവിറുഹും ഫിൽ അംർ, കാര്യങ്ങളിൽ നിങ്ങൾ അവരോട് കൂടിയാലോചന നടത്തണം. കണ്ടോ, പ്രവാചകനോട് പോലും കാര്യങ്ങൾ കൂടിയാലോചിച്ചാണ് തീരുമാനിക്കേണ്ടത് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. കാര്യങ്ങൾ എടുക്കുമ്പോൾ, തീരുമാനമെടുക്കുമ്പോൾ നിങ്ങൾ അവരോട്, പ്രധാന ആളുകളോടൊക്കെ കൂടിയാലോചന ചെയ്യണം, മുഷാവറ ചെയ്യണം. ഫൈദ അസംത ഫതവക്കൽ അലല്ലാഹ്, അങ്ങനെ നിങ്ങൾ കൂടിയാലോചിച്ചൊരു കാര്യം തീരുമാനിച്ചാൽ നിങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക അല്ലേ? അവർ യുദ്ധത്തിന് മറ്റും പോകുന്ന ഒരു കാര്യമാണെന്ന് വിചാരിക്കുക. അവിടെ മുഷാവറ ചെയ്തു, കൂടിയാലോചിച്ചു, യുദ്ധത്തിന് പോവാൻ തീരുമാനിച്ചു എങ്കിൽ പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യണം? ഫതവക്കൽ അലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണം. തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കാര്യം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തവക്കിലീൻ, അള്ളാഹു ഭരമേൽപ്പിക്കുന്നവരെ, കാര്യങ്ങൾ അള്ളാഹുവിൽ ഏൽപ്പിക്കുന്നവരെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തവക്കിലീൻ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മുടെ വിഷയം ഇവിടെ എന്താണ്? ഈ ആയത്തിൽ പറഞ്ഞ 1-2 സ്വഭാവങ്ങൾ അല്ലേ? എന്ത്? വലൗ കുൻത ഫല്ലൻ വലിയൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക്, താങ്കൾ പരുഷ സ്വഭാവക്കാരനും കടിഞ്ഞ ഹൃദയത്തിന് കടുത്ത ഹൃദയമുള്ളവനുമായിരുന്നുവെങ്കിൽ ജനങ്ങൾ താങ്കളിൽ നിന്ന് പിരിഞ്ഞു പോകുമായിരുന്നു എന്ന് ആയത്തിൽ അള്ളാഹു പറയുന്നു. നമ്മൾ ഉമറുൽ ഖാദിൻ്റെ പദ്യത്തിലും വായിച്ച എന്താണ്? ഫല്ലൻ വലിയലം ലം യകുൻ ബല്ലയ്യിനൻ, കണ്ടോ, കടിഞ്ഞ ഹൃദയനും അതുപോലെ പരുഷ സ്വഭാവക്കാരനും ആയിരുന്നില്ല പ്രവാചകൻ. പിന്നെയോ ബല്ലയ്യിനൻ, ആരായിരുന്നു? സൗമ്യ സ്വഭാവക്കാരനായിരുന്നു അല്ലേ? മൃദുല സ്വഭാവക്കാരൻ ആയിരുന്നു. ഇതാണ് ഇപ്പം എന്ത്? ഈ ആയത്തും ആ പദ്യവും തമ്മിലുള്ള ബന്ധം ഇത് കണ്ടെത്താനാണ്. ഇതുപോലെ അടുത്ത ഒരു ഹദീസ് നോക്കൂ. കാലല്ലാഹു തആല ആയത്ത് തന്നെയാണ്. കാലല്ലാഹു തആല മുഖാത്തിബൻ റസൂലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു തആല പ്രവാചകനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നു, നബിയോടാണ് പറയുന്നത് എന്ത്? വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. ഇതിൻ്റെ സാരം നിങ്ങൾക്കറിയാം. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, തീർച്ചയായും പ്രവാചകരെ അങ്ങ് മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയാണ്. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് പദ്യത്തിൽ എന്ത് പറഞ്ഞത്? ദീ ഖുലുഖിൻ ബി നസ്സുല്ലാഹി എന്ന് പറഞ്ഞല്ലോ. അള്ളാഹുവിൻ്റെ നെസ്സു കൊണ്ട്, അവിടെ ഞാൻ പറഞ്ഞു നെസ്സ് എന്ന് പറഞ്ഞാൽ ഖുർആനാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ നെസ്സു കൊണ്ട്, ഖുർആനെ കൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ട നല്ല സ്വഭാവത്തിൻ്റെ ഉടമ എന്ന് കണ്ടോ. അള്ളാഹു ആയത്തിൽ പറഞ്ഞു എന്ത്? സൂറത്തുൽ ഖലമിൽ വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, പ്രവാചകരെ താങ്കൾ നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ്. അപ്പോൾ ഇതാണ് അവിടെ ബന്ധം. ഇനി നോക്കൂ, ഒരു ഹദീസ്. നബിയുടെ പ്രിയ പത്നി ആയിഷ ബീവി പറയുന്നു, അൻ ആയിഷത റളിയല്ലാഹു അൻഹ ഖാലത്ത് അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഖുലുഖുഹു അൽ ഖുർആൻ റവാഹു മുസ്ലിം. അൻ ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ ബീവി നിവേദനം ചെയ്യുന്നു, ഖാലത്ത്, മഹദി പറഞ്ഞു, അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ആയിഷ ബീവി നിവേദനം ചെയ്യുന്നതായിട്ട് മഹദി പറയുന്നു. എന്ത്? കാന ഖുലുഖുഹു അൽ ഖുർആൻ, പ്രവാചകൻ്റെ സ്വഭാവം ഖുർആനായിരുന്നു.
കാന ഹുലുക്കുഹു, അദ്ദേഹത്തിൻ്റെ സ്വഭാവമായിരുന്നു അൽ ഖുർആൻ, ഖുർആനായിരുന്നു എന്ന് പറഞ്ഞാൽ ഖുർആൻ എങ്ങനെയാണോ പറഞ്ഞതെങ്കിൽ, എങ്ങനെയാണ് ജീവിക്കണം, എങ്ങനെ ചെയ്യണം എന്ന് ഖുർആൻ എങ്ങനെയാണോ നിഷ്കർഷിച്ചത് എങ്കിൽ അതുപോലെയായിരുന്നു പ്രവാചകൻ്റെ സ്വഭാവം എന്ന് ആയിഷ ബീവി പറയുന്നു. റവാഹു മുസ്ലിം. അപ്പോൾ ഈ ആയത്തും അതുപോലെ ഹദീസുമൊക്കെ പഠിപ്പിക്കുന്ന എന്താണ്? പ്രവാചകൻ ലോല സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു, കഠിന സ്വഭാവക്കാരനായിരുന്നില്ല. അതാണ് നാം വായിച്ച എന്താണ് ഉമറുൽ ഖാദിയുടെ ഖസീദത്തുൽ മുഹമ്മസയിലും നമുക്ക് പഠിക്കാനുള്ളത്. ശരി, ഇതോടുകൂടെ മൂന്നാമത്തെ യൂണിറ്റിലെ ഹലാവത്തു സ്വദാഖ എന്ന പാഠം ഇവിടെ അവസാനിക്കുകയാണ്.